മഴയത്തൊരു കറുമുറ മുറുക്കുണ്ടാക്കിയാലോ? പൊട്ടുക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചെടുക്കണം. തരിതരിപ്പ് മാറാനും നമ്മൾ അരിയാത്ത പൊട്ടുക്കടലൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് അരിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പൊട്ടുകടലിൻ്റെ പൊടി എടുത്തിരുന്നെങ്കിൽ 1/2 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എള്ളോ അല്ലെങ്കിൽ ജീരകവും ഇടാം. എന്തെങ്കിലും എള്ള് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാനും കുട്ടികൾക്ക് നമുക്ക് സ്നാക്സിനായാലും വീട്ടിൽ നമ്മൾ നല്ല മഴയത്തെ സമയത്തൊക്കെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു മുറുക്കാണ്. വലിയ പണിയൊന്നുമില്ല. വീട്ടിൽ അത്യാവശ്യം പൊട്ടുകടലയും അരിപ്പൊടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ മുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ തിളപ്പിച്ച എണ്ണ 1 സ്പൂൺ, അതായത് 1 കരണ്ടിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. എരിവ് വേണം എന്നുള്ളവർക്ക് മാത്രം 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിലോ നമുക്ക് മിക്സ് ചെയ്യാം. തിളച്ച എണ്ണയതുകൊണ്ട് കയ്യിൽ മിക്സ് ചെയ്യുന്നത് കുറച്ച് സൂക്ഷിക്കണം. ആദ്യം നമുക്ക് നന്നായിട്ട് ഈ എണ്ണ സ്പൂൺ ഉപയോഗിച്ച് എല്ലാവിടേക്കും ആക്കിയ ശേഷം ചൂട് കുറഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് എടുക്കണം. വെള്ളം എല്ലാവിടേക്കും എത്തണം. കുറച്ച് മാവ് വെള്ളമില്ലാതെയും കുറച്ച് മാവ് വെള്ളത്തോടെ വെക്കുന്നത് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആവാതെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മാവാക്കി ഇങ്ങനെ കുഴച്ചെടുക്കുക. നമുക്ക് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ആ പരുവം. അതേപോലെ തന്നെ പൊടിഞ്ഞ് നിൽക്കാനോ സ്ക്രാച്ച് വീഴുന്ന ലൈവിൽ നിൽക്കാനോ പാടില്ല. ഇതിൽ നമുക്ക് ഒരു സ്റ്റാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുറുക്കാണ്, ബിരിയാണി അല്ല. നമ്മൾ എന്തെങ്കിലും മുറുക്കുണ്ടാക്കിയില്ലേ, അതുപോലെ ഈ സ്റ്റാറുള്ള ഇതിൽ നമുക്കിങ്ങനെ തിരിച്ചിട്ട് ഇതുപോലെ മുറുക്കുണ്ടാക്കിയെടുക്കാം. ഇത് ആദ്യത്തെയാണ്. ഞാൻ ആദ്യം മാത്രമേ വട്ടം ഉണ്ടാക്കിയുള്ളൂ. അത് ഞാൻ എൻ്റെ കുഞ്ഞാപ്പ വേഗം എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഞാനിങ്ങനെ നമ്മുടെ സാധാരണ പൊടി മുറുക്കില്ലേ, ഇങ്ങനെ ഈ ടൈപ്പ് ഇതാണ് ഉണ്ടാക്കിയത്. ഇതൊരു പാത്രത്തിലിട്ട് നമുക്ക് കുറേ സൂക്ഷിക്കാം. ഞങ്ങളുടെ വീട്ടിൽ അധികം വന്നില്ല, പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.